നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി മാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 മകരമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ ഓരോ രാശിക്കാരുടെയും വാരഫലം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 3-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം, 5-ൽ മേടം മുതൽ 5-ാം രാശി 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതു ചിങ്ങൻ രാശിയിൽ. 9-ാം ഭാവത്തിലും ഗ്രഹങ്ങളില്ല. 10-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 11-ൽ രാഹു, 12-ൽ ചന്ദ്രൻ, ശനി. ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഇനി ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. ഇവിടെ ഇന്നത്തെ രാശിയിൽ ചൊവ്വ വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്. അതിനാൽ ചൊവ്വയെക്കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഭ്രാത സത്വം ച ഭൗമ ക്ഷിദ്രപി, ഭൂമിപരമായ വിഷയങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ ഒരുവിധത്തിലുള്ള രാശിക്കാർക്കെല്ലാം വളരെ അനുകൂലമാണെന്ന് അറിയുക. അതിനാൽ വീട്, ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം, വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ സഹായകരമായ ഗ്രഹമാണ് ചൊവ്വ. എടുത്തു ചാടാതെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളിൽ സംജാതമാകുമെന്ന് അറിയുക. ഏതായാലും നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ചിങ്ങൻ രാശിക്കാർ ഈ ഒരു വാരം ആരോഗ്യവിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ ആരോഗ്യം മാത്രമല്ല, മാതാവിൻ്റെ ആരോഗ്യവിഷയവും വളരെ ശ്രദ്ധിക്കണം. ചിങ്ങൻ രാശിക്കാർക്ക് ഒരു തരത്തിലുള്ള ധനനഷ്ടവും ഉണ്ടാകാൻ പാടില്ല ഈ ഒരു വാരം. രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ശത്രുത വരും, ധനനഷ്ടം വരും, ധനം മറന്നു പോകും. യാത്രയിൽ ബാഗും വില കൂടിയ സാധനങ്ങളും സ്വർണവും എവിടെയെങ്കിലും വെച്ച് പോവുക, അവസാന സമയത്ത് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ട് വരും. ശ്രദ്ധിക്കുക, കളവ് നടക്കും, രേഖകൾ നഷ്ടപ്പെടും. അപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളുടെ മാനസികമായ പ്രയാസങ്ങൾ ഏറ്റവും അനുഭവിക്കുന്ന സമയമായിരിക്കും ഈ ഒരു സമയം. പുതിയ ഭൂമി വാങ്ങാൻ അനുകൂലമാണ്. പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും അതിൻ്റെ രേഖാപരമായ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ രേഖയിൽ കൃത്രിമത്വം വന്ന് ബുദ്ധിമുട്ട് വന്ന് അവസാനം ധനനഷ്ടം വരും. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ, ചിങ്ങൻ രാശിക്കാരൻ. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, വലിയൊരു പ്രയാസങ്ങൾ പറഞ്ഞു. അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് വളരെ ജാഗ്രത പാലിക്കണം. ഭൂമി വാങ്ങാം, ഭൂമി ലാഭം ഉണ്ടാകാം, അതിന് ദോഷമൊന്നുമില്ല. പക്ഷേ ഈ 6-ൽ ബുധനും ശുക്രനും നിൽക്കുന്നു. ശത്രുക്കൾ ധാരാളം വരും, സ്നേഹം ദുഃഖമായിട്ട് മാറും. അതിനാൽ ഇത്ര സൂക്ഷ്മമായിട്ട് വിലയിരുത്തപ്പെടുന്ന വിഷയം അതാണ്. വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ധനനഷ്ടം വരും, വലിയ ധനനഷ്ടം വരും. അതിനും അപ്പുറം ശ്രദ്ധിക്കണം. യാത്രയിൽ പലപ്പോഴും ചതിവിൽപ്പെട്ടു പോവുക. എത്തേണ്ട സ്ഥലത്ത് യാത്ര എത്തണമെന്നില്ല, യാത്രയിൽ വലിയ ചതിവുകൾ വരിക. പലപ്പോഴും വിസ തരാം എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങി അവസാനം അപ്രകാരമുള്ള ചതിവിലേക്ക് നയിക്കപ്പെടുന്ന ഒരവസ്ഥയും സംജാതമാകുന്ന വാരമാണിത്. വളരെ ശ്രദ്ധിക്കണം. സഹോദര ഗുണം വളരെ കുറയുന്നതാണ്. ഭൂമിപരമായ വിവാദങ്ങൾ സഹോദരങ്ങളുമായിട്ടുണ്ടാകുമ്പോൾ അത് കയ്യാങ്കളിയിലൊക്കെ എത്താതെ നോക്കണം. തൻ്റെ പ്രോസ്പിരിറ്റി തനിക്ക് പ്രശ്നമല്ല, പക്ഷേ പലപ്പോഴും അന്യർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക, ആ രീതിയിൽ പിന്നെ അത് ശത്രുതയിലേക്ക് നയിക്കുക മുതലായ വിഷയങ്ങൾ ഇവിടെ വളരെ ജാഗ്രത പാലിക്കണം. ഏതായാലും ചിങ്ങൻ രാശിക്കാർക്ക് ഒരു നല്ലൊരു അനുകൂലമായ സമയമല്ല ഈ ഒരു വാരമെന്ന് അറിയുക. ആ ശനി നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. അത് ചന്ദ്രനോടുകൂടി യോഗം ചെയ്തു കഴിഞ്ഞു. അതിനാൽ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുക, മറ്റ് കൃത്യാന്തര ബാഹുല്യങ്ങളൊക്കെ പോകുന്ന വലിയ വിപത്ത് ക്ഷണിച്ച് വരുത്തുന്നതാണ്. ഇവിടെ നിർബന്ധമായും ഷെയർ മാർക്കറ്റിംഗ്, ട്രേഡുകൾ, ഊഹക്കച്ചവടം, ഗാംബ്ലിംഗ്, മുച്ചിട്ട് കളിക്കാർ ഇവരൊക്കെ ശ്രദ്ധിക്കണം. തൻ്റെ കൈമിൽ നിന്നും കാശ് നഷ്ടപ്പെടുന്നൊരു സമയമാണെന്ന് അറിയുക. ഏതായാലും പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നന്ദി, നമസ്തേ.